ദേശവിരുദ്ധമായിട്ടുള്ള പ്രസ്താവന നടത്തുക എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ ശീലമാണ്. ഇപ്പോൾ ഒരു നേതാവ് പുതിയൊരു പരാമർശവുമായിട്ട് എത്തിയിട്ടുണ്ടല്ലോ, എന്താണത്? അതായത് ഒരു പുസ്തക പ്രസാധന കർമ്മം നടക്കുകയാണ്. പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് ഇസ്ലാമിക് പബ്ലിഷിംഗ് സൊസൈറ്റിയാണ്. പുസ്തകത്തിൻ്റെ പേര് അതിലേറെ രസമുള്ളതാണ്. പ്രകാശം പരത്തുന്ന പ്രസ്ഥാനം എന്നുള്ളതാണ്. ഈ പ്രസ്ഥാനത്തെ ആയിരിക്കും ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ പബ്ലിഷിംഗ് നടത്തുന്ന സമയത്ത്, പുസ്തക പ്രസാധനം നടത്തുന്ന സമയത്ത് അവരുടെ ഒരു നേതാവ് ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി മൂപ്പരാണ് പറയുന്നത്, ദേശീയത, ജനാധിപത്യം, മതേതരത്വം ഇവയൊക്കെ സമൂഹത്തെ ബാധിച്ച രോഗമാണ്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ആധുനിക അന്ധവിശ്വാസങ്ങളാണ് ഇതെല്ലാം എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ദേശീയത, ജനാധിപത്യം, മതേതരത്വം. അപ്പോൾ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി പോയത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയാണ്. കാരണം വി ഡി സതീശൻജിയാണ് പറഞ്ഞത് ഈ പറയുന്ന മതരാഷ്ട്രവാദത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിന്നാക്കം പോയിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഇതൊക്കെ ദേശീയത, ജനാധിപത്യം, മതേതരത്വം ഇതൊക്കെ തെറ്റാകുന്നത്. അതായത് മതേതരത്വം തെറ്റാണ്, കാരണം ഇസ്ലാമിക ഭരണകൂടവും ഇസ്ലാമിക സംവിധാനങ്ങളും മാത്രമാണ് വരേണ്ടത്. അതാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. ബാക്കി എല്ലാവരെയും കൊല്ലണം, അതാണ് അവർ പറയുന്നത്. ബാക്കി എല്ലാവരും കൊല്ലണം, ആരും ഇവിടെ നിലനിൽക്കരുത്. അതേ പ്രസ്ഥാനമാണ് ബംഗ്ലാദേശിൽ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ദേശീയത, അതൊക്കെ ഇന്ത്യയുടെ ദേശീയത, ഭാരതത്തിന്റെ ദേശീയത ഉണ്ടാവരുത്, ഇസ്ലാമിക ദേശീയത മാത്രം വരണമെന്നുള്ളത്. പാകിസ്ഥാനോ ബംഗ്ലാദേശിലെ ദേശീയത ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇന്ത്യയുടെ ദേശീയതയാണ് ഇവർക്ക് പ്രശ്നം. ഈ തലയിൽ ഈ പറയുന്ന പോലെ വിധ്വംസക പ്രവർത്തനം മാത്രം തലയിലുള്ളവന്മാരാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്, പറയുന്നത്, സംസാരിക്കുന്നത്. ഇവന്മാരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ നശിച്ചാലും കുഴപ്പമില്ല, ജിഹാദിന്റെ പേരിൽ ഭൂമി മൊത്തം പൊട്ടിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ജിഹാദികളാണ്, അങ്ങേയറ്റം മനുഷ്യവിരുദ്ധന്മാരാണ് ഇവന്മാർ. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മനുഷ്യവിരുദ്ധരാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. എന്നിട്ട് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം കൂടി പറഞ്ഞു പോകാൻ തോന്നുന്നു. ദേശീയത രാഷ്ട്രമായിട്ട് ബന്ധപ്പെട്ടതായാലും സമുദായമായി ബന്ധപ്പെട്ടായാലും ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നില്ല. അതിനകത്ത് കൃത്യമായിട്ട് പറയുകയാണ്, ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നാലും നിയമം നടപ്പിലാക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ് എന്നാണ്. ശരിയായ നിയമമാണ് ഇവർ പറയുന്നത്. കാരണം താലിബാൻ ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നായിരുന്നു, ഭാര്യയെ അടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഭാര്യയുടെ എല്ലൊടിഞ്ഞാലേ പീഡനമായിട്ട് കണക്കാക്കുള്ളൂ എന്നാണ് താലിബാന്റെ പുതിയ നിയമം. അതുകൊണ്ട് ഗാർഹിക പീഡനം ഒരു കുറ്റമല്ലാതായിട്ടുണ്ട്. ഇവരുടെയും ആശ അതാണ്. അതായത് ബലാത്സംഗം കുറ്റമല്ലാത്ത നാടാണ് അഫ്ഗാനിസ്ഥാൻ. അവിടെയാണ് ഈ പറയുന്ന സ്ത്രീകളെ അടിമച്ചന്തയിൽ വിൽക്കാൻ കഴിയും. ബംഗ്ലാദേശും അധികം വൈകാതെ അതിലേക്ക് വരുമെന്നാണ്. ബംഗ്ലാദേശും പാകിസ്ഥാനും ഈ പറയുന്ന അടിമക്കച്ചവടം നിയമവിധേയമാക്കുക, കാരണം ഇസ്ലാമിലെ നിയമവിധേയമാണ്. അതുകൊണ്ട് അത് നടപ്പിലാക്കുമെന്നാണ് നമുക്ക് വൈകാതെ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ ഈ പറയുന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് മനസ്സിലാക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള പ്രകാശം പരത്തുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിലൂടെ ഇവരുടെ ആശയമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും നമുക്ക് പ്രിയം പറഞ്ഞതുപോലെ ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നാം ആൾതാമസം അല്പമെങ്കിലും, അല്ലെങ്കിൽ അരിയാഹാരം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കുടിക്കുന്നത് കൊണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതാണ്. പക്ഷേ വി ഡി സതീശൻ്റെ തലയ്ക്ക് ഇതുപോലും ഇല്ല. അദ്ദേഹം ഒരു വർഷം ഏതാണ്ട് 60 പുസ്തകങ്ങൾ വായിക്കുമെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ 60 പുസ്തകങ്ങൾ വായിക്കുന്ന ആളുടെ തലയിൽ അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ടാകേണ്ടതാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഇതൊന്നും കാണാൻ കഴിയില്ല. വി ഡി സതീശൻ അറിവില്ലാത്ത ആളോ പുസ്തകം വായിക്കാത്ത ആളോ ബോധമില്ലാത്ത ആളോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവും. അതാണ് അത് നിലപാടാണ്. അതായത് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോയി എന്തും ചെയ്ത് അധികാരത്തിലേക്ക് എത്തുക, അവിടെ വന്നിരിക്കുക എന്നുള്ള പറയുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതെ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും എല്ലാവരുടെയും ഉണ്ട് സകല. അതായത് ഇത്രയും നാളെ നമ്മൾ ഇവരുടെയൊക്കെ പിന്തുണ, ഇവർക്ക് രാത്രി ഇവർക്ക് ഒളിസേവ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് CPM-നെയാണ്. പക്ഷെ ഇത് പച്ചയ്ക്കാണേ, വെളിച്ചത്തിൽ, നല്ല പകൽ വെളിച്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രത്തോളം പിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളതാണ്. കെ സി വേണുഗോപാലും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഇതേ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും വി ഡി സതീശൻ ഒരു മുഴം നീട്ടിയെറിഞ്ഞതാണ്, കുറച്ചുകൂടി ഫണ്ടമെന്റലിസ്റ്റുകളുമായി ചേർന്ന് നിന്നാൽ അവരുടെ പിന്തുണ തനിക്ക് ആക്കി കഴിഞ്ഞാൽ, അതിൻ്റെ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് അങ്ങനെ ഇളക്കാൻ കഴിയില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന സോണിയാഗാന്ധിയായിട്ടും രാഹുൽ ഗാന്ധിയായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഹൈക്കമാൻഡിൽ നിന്ന് അവിടുന്ന് പറയും, ഇവർ പറയുകയാണ് ജമാഅത്ത്, ഇപ്പോൾ സോണിയയ്ക്കും രാഹുലിനും കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണമെന്നുണ്ടെങ്കിൽ തന്നെയും ജമാഅത്തെ ഇസ്ലാമി പറയുകയാണ് ഞങ്ങൾക്ക് വി ഡി സതീശൻ ആയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിനെ കവച്ച് വെച്ച് മുന്നോട്ട് പോകാനൊന്നും ഹൈക്കമാൻഡിനും സോണിയയ്ക്കും രാഹുലിനും ഒന്നും കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് വിധേയപ്പെട്ട് നിൽക്കാനേ അവർക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും അപ്പുറത്തേക്ക് ഒരു മുഴം നീട്ടിയെറിയുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ചേർന്ന് നിൽപ്പിൽ സതീശൻ ചെയ്യുന്നത് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അത് ക്ലിയർ ആണത്, അത് വ്യക്തമാണ്, വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഇത്രയൊക്കെ നമ്മൾ പറയില്ലേ, വെള്ള പൂശേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അവരുടെ കൃത്യമായ അജണ്ട അവർ പറയുന്നുണ്ട്. കാരണം സതീശൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതായത് മതരാഷ്ട്രവാദം ഇല്ല എന്ന് പറയുന്നതിന്റെ നാക്ക് വായിലേക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ അവരുടെ വായിൽ നിന്ന് തന്നെ മറുപടി വന്നു. ഈ മറുപടി വന്നിട്ടും ഇത് കേൾക്കാത്ത പോലെ നടിക്കുകയാണ്. അതായത് ജനത്തെ വെടിയാക്കാൻ ശ്രമിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതനായ നേതാവ് പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ ജനാധിപത്യമാണ്, ഇവിടെ നിലനിൽക്കുന്നത് ജനങ്ങളുടെ ഭരണമാണ്, ഇവിടെ ഒരിക്കലും അള്ളാഹുവിന്റെ രാജ്യം വരാതെ നമ്മുടെ പ്രാർത്ഥന പൂർണ്ണമാകില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് പറഞ്ഞാണ്. അള്ളാഹുവിന്റെ രാജ്യം വരാതെ പൂർണ്ണമാകില്ല. അള്ളാഹുവിന്റെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു മതത്തിൽപ്പെട്ടവരും ഇല്ലാതെ അവരെ എല്ലാം കൊന്നൊടുക്കിക്കൊണ്ട്, ഇല്ലെങ്കിൽ ആ വിശ്വാസ സമ്പ്രദായങ്ങളെ തച്ചടച്ചുകൊണ്ട് എങ്ങനെയാണോ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്ന ആ രീതിയിൽ വരണം. അതിൽ ഇസ്ലാമിലെ മറ്റു വിഭാഗങ്ങൾ, അഹമ്മദിയരോ ഷിയകളോ മറ്റേതെങ്കിലും വിഭാഗമോ ഒന്നും ഉണ്ടാവുന്നത് പോലും പാടില്ല. ഏകമായിട്ടുള്ള ഒരു മുഖത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആ നയം എന്ന് പറയുന്നത്. അതേ തീവ്രവാദമാണ് പറയുന്നത്. ആ തീവ്രവാദത്തിനെ പിന്തുണച്ച് കൂടെ നിൽക്കുകയാണ് വി.ഡി. സതീശൻ ചെയ്യുന്നത്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആകണോ വി.ഡി. സതീശൻ എന്നുള്ള ചോദ്യം അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. മതേതരമായി ചിന്തിക്കുന്ന, മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുവായിട്ടുള്ളവരൊക്കെ ചിന്തിക്കും ഈ പറയുന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണോ എന്ന് ചിന്തിക്കുന്ന അവിടെയാണ്. ജനം ഇത് ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ കൂടെ തെളിവാണ്. അതായത് ആ ഒരു ഭയം സതീശൻ ഉള്ളത് കൊണ്ടാണ് സതീശൻ പറവൂരൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞത്. വിതുമ്പിയാണ് കരഞ്ഞത്. എനിക്ക് കരയ്ക്ക് പിടിച്ചിട്ട മീനെ പോലെയാണ് ഞാൻ എന്നാണ് പറഞ്ഞത്. കരയ്ക്ക് പിടിച്ചിട്ട മീനെ പോലെ നിങ്ങളെ കാണാതെ എനിക്ക് ഉറക്കം വരുന്നില്ല, എവിടെ പോയാലും ഞാൻ ഇവിടെ എത്തണം. അതായത് അവിടെ ഇത്തവണ സതീശൻ തോൽക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതിന് വേറെ ഒന്നുമല്ല, അദ്ദേഹം അവിടെ ഇല്ലാത്തതോ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇല്ലാത്തതോ മാത്രമല്ല, അദ്ദേഹം ഈ ഒരു കാലയളവിൽ മുഴുവൻ എടുത്തിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള നയങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ശരിയല്ല. നിലപാട് ശരിയല്ലാതിരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് ജനത്തിന് ബോധ്യമുണ്ടാകുന്ന കാലമാണിത്. കാരണം അപ്പ കിട്ടുകയാണ് അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹം എവിടെയാണ്, അദ്ദേഹം ആർക്ക് അനുകൂലമായിട്ടാണ് പറയുന്നത്, ഇതെല്ലാം അപ്പ വിരൽത്തുമ്പിൽ കിട്ടുകയല്ലേ. ഇത് പണ്ടത്തെ പോലെ ഞാൻ അവിടെയാണ് പറഞ്ഞത്, അവിടെ പറഞ്ഞത് ഇതല്ല, പത്രം വളച്ചൊടിച്ചതാണെന്ന് പറയാനുള്ള ഇപ്പോൾ വഴിയൊന്നുമില്ലല്ലോ. അപ്പോൾ അപ്പ കിട്ടുന്നുണ്ട്. അപ്പോൾ ജനം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ UDF എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ സംസാരത്തിൽ വന്നിരുന്നതാണ്. പക്ഷെ പിന്നീട് പിന്നോക്കം പോയതിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഇത്തവണ എങ്ങനെയും ഭരണത്തിൽ കയറാൻ വേണ്ടി ഈ കാണുന്ന എല്ലാ കൊള്ളരുതായ്മയുള്ള കൂട്ടരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വി.ഡി. സതീശൻ മുന്നോട്ട് പോകുന്നു. വി.ഡി. സതീശന് കേസ് വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ചെന്നിത്തല ഒരു ഭീഷണി തന്നെയാണ്, പ്രിയം പറഞ്ഞതുപോലെ. അപ്പോൾ ഇവരെക്കാൾ ഒരുപടി മുമ്പ് നിൽക്കേണ്ടത് കൊണ്ട് ഇവരെല്ലാം ചേർത്ത് പിടിക്കുന്നുണ്ടോ? ഒരു പക്ഷേ ഇത് അണികൾക്ക് പോലും താല്പര്യമുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കണമെന്നില്ല. അണികളുടെ മനസ്സിലും ഉണ്ടാകാം പലതരത്തിലുള്ള പടലപ്പിണക്കങ്ങളെല്ലാം. നമ്മൾ അതുകൊണ്ടാണല്ലോ ഷാഫി ഉൾപ്പെടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നുള്ള രീതിയിലുള്ള വീഡിയോസും എല്ലാം സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിനുള്ളിലുള്ള പടലപ്പിണക്കങ്ങൾ പോലും ഉണ്ട്. അതിൽ ഒരു വിഭാഗം, ഇത്തരത്തിലുള്ള ഒരു വിഭാഗം, പ്രബലമായ വിഭാഗം ശക്തിയാർജിച്ചു വരുന്നു എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ പറയുന്ന വലിയ രീതിയിൽ ഒരു കേരളത്തെ മാറ്റിമറിക്കാം ഇവർ ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ജനങ്ങളുടെ വിധിയാണ്. ഈ ചൂണ്ടുവിരലിലാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. കാരണം ഞങ്ങളാണ് രാജാക്കന്മാർ എന്ന് പറഞ്ഞാലും ജനം തീരുമാനിക്കും ആര് ഭരിക്കണം, ആര് ഞങ്ങളെ ഭരിക്കണ്ട എന്നുള്ളത് ജനം തീരുമാനിക്കുക. അതിന് കരഞ്ഞ് കാല് പിടിക്കാം, അല്ലെങ്കിൽ കരഞ്ഞ് കുറച്ച് അഭിനയിക്കാം എന്നൊക്കെ ഏത് നേതാവ് വിചാരിച്ചാലും ഇനിയുള്ള നാടകങ്ങളൊന്നും ഫലിക്കില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സഹകരണത്തിനൊക്കെ നന്ദി പറയുകയാണ്. കൂടുതൽ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോസും കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.